നമ്മളിത് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഹിഡൻ തോട്ട്സ് എന്താണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ പുതിയതായിട്ട് റിലേഷൻ ആയ വ്യക്തികളാണെങ്കിൽ അല്ലെങ്കിൽ ക്രഷ് ആണെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടാവും അവരുടെ മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അവരെന്താണ് ആലോചിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നുന്ന എന്തെങ്കിലും ഒളിപ്പിച്ചു വെക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെ ഹിഡൻ ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എനിക്കിവിടെ കാണുന്നത് നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് എന്തോ ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങൾ ബ്രേക്കപ്പ് ആയി നിൽക്കുക, അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലായി നിൽക്കുക, അല്ലെങ്കിൽ നല്ലപോലെ റിലേഷൻ ആയിരുന്ന നിങ്ങൾ ഒരു നിങ്ങൾക്ക് തന്നെ അറിയില്ല ഇത് എങ്ങോട്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹെഡ് ചെയ്യണമെന്ന്. ബിക്കോസ് ഈ വ്യക്തി എനിക്ക് കാണുന്നത് മനഃപൂർവ്വം നിങ്ങൾ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മെയിൻലി ഈ വ്യക്തിക്ക് നിങ്ങൾ അവരെക്കാട്ടിലും വലിയ ഒരാൾ, ഓക്കെ, നിങ്ങൾ ഒന്നെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾ കോളേജിലാണെങ്കിൽ നിങ്ങൾ ഭയങ്കര സ്റ്റഡീസിലെല്ലാം ഭയങ്കര മിടുക്കരായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ആർട്സും ലൈക്ക് കൾച്ചറൽ ആക്ടിവിറ്റീസിനൊക്കെ നിങ്ങൾ ഭയങ്കര എന്താ സ്മാർട്ടായിരിക്കും, അല്ലെങ്കിൽ എല്ലാം ടീച്ചേഴ്സിനും അല്ലെങ്കിൽ കോളേജിലൊക്കെ അറിയുന്ന ഫേമസ് ഒരു വ്യക്തിയായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഓഫീസിലാണെങ്കിൽ ആ രീതിയിൽ റെസൊണേറ്റ് ചെയ്യാം, നല്ലപോലെ വർക്ക് ചെയ്യുന്ന മാനേജറിനും ഒക്കെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം. ഓക്കെ, എന്തായാലും ഈ വ്യക്തിക്ക് നിങ്ങളോട് എന്തോ ഒരു അസൂയാണ്, ഈഗോ ആണ്. ഓക്കെ, ആ ഈഗോ കാരണമായിരുന്നു നിങ്ങളെ ഇന്റൻഷനലി തന്നെയാണ് നിങ്ങൾ ഹേർട്ട് ചെയ്തിട്ടാണ് തോന്നുന്നത്. ഓക്കെ, എനിക്കിവിടെ കാണുന്നത് അത് തന്നെയാണ്. ചില വ്യക്തികൾ അങ്ങനെയാണല്ലോ, അവരുടെ ഈഗോ ഹേർട്ട് ചെയ്യുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരോടായിരിക്കും അത് തീർക്കുന്നത്. ഓക്കെ, അവർക്ക് എന്ത് ദേഷ്യം ഉണ്ടെങ്കിൽ അവർ എന്താ പറയുക, നിങ്ങളത് റിയാക്ട് ചെയ്യില്ല, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ചിലപ്പോൾ ഇന്നൊന്ന് പിണങ്ങിയാൽ നാളെ അവരുടെ അടുത്ത് വരും എന്നുള്ള ഒരു ഉറപ്പിൽ ആണ് അവർ ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നത്. ഓക്കെ, ഇതൊരു ഈ വ്യക്തി എന്ന് പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു മാസ്ക് ഇട്ടുകൊണ്ട് നടക്കുന്നത്. ഓക്കെ, അവരുടെ ഉള്ളിൽ എന്താണ് ഫീലിങ്സ് അത് നിങ്ങളോട് പുറത്ത് കാണിക്കാതെ അങ്ങനെ ഒരു എന്തോ ഒരു മാസ്ക് ഇട്ട് നടക്കുന്ന പോലെയായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, എന്തായാലും ഈ പേഴ്സൺ ഇപ്പൊ നോ കോണ്ടാക്റ്റിലാണെങ്കിൽ തന്നെ നിങ്ങളായിട്ട് ഇറ്റ്സ് നോട്ട് ഓവർ. ഓക്കെ, അവരുടെ മൈൻഡിൽ നിങ്ങളുണ്ട്, നിങ്ങൾ അവരുടെ മനസ്സിൽ എന്താ പറയാ, നിങ്ങളെന്ന് പറയുമ്പോൾ അവർക്ക് ഇവന്തോ അവർ നിങ്ങൾ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് എന്താ പറയുക, എന്താ ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾ എന്ന് പറഞ്ഞൊരു വ്യക്തി അവർക്ക് എപ്പോഴും ഒരു വൾണറബിൾ ആണ്. നിങ്ങളെ വിട്ടുപോകാനോ അല്ലെങ്കിൽ അവരുടെ ഹാർട്ടിൽ ഒരു സോഫ്റ്റ് സ്പോട്ട് നിങ്ങൾക്കുണ്ട്. ഓക്കെ, എന്താ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. നിങ്ങൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുമ്പോൾ ഒന്നെങ്കിൽ കണ്ണിൽ വെള്ളം വരുമോ, അല്ലെങ്കിൽ ഭയങ്കര ഒരു ഫീലിംഗ് ആണ് അവർക്ക്. നൈറ്റ് ഓഫ് കപ്സ് റിവേഴ്സ്ഡ്, ഇതെനിക്ക് കൂടുതലും നിങ്ങളുടെ ഒരു എക്സൈറ്റാണ് കാണുന്നത്. ഓക്കെ, അവര് നിങ്ങളുമായിട്ടുള്ളൊരു ഭയങ്കര ഒരു പാസ്റ്റ് ഉള്ളതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങളുമായിട്ട് ഒരുപാട് ഡീപ്പായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു കാണും, അത് ഇപ്പോഴും അവർക്ക് മറക്കാൻ പറ്റുന്നില്ല. അവരെന്താ പറയുക, അവർ കുറേ ശ്രമിക്കുന്നുണ്ട്, ഒരു മാസ്ക് ഇട്ട്, ഒരു കാമായിട്ടുള്ള ഒരു മാസ്ക് ഇട്ട് എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് രീതി നടക്കുന്നതായിട്ടാണ് എനിക്ക് മീൻസ്. പുറമെ അവർക്ക് അങ്ങനെയാണ്, പക്ഷെ ഉള്ളിൽ അവർ ഈ തിളച്ച വെള്ളത്തിൽ ഇരിക്കുന്ന പോലെ അവർ കത്തുവാണ്, അവരുടെ മനസ്സെല്ലാം കത്തുവാണ്, അവർക്ക് ഒരുപാട് വിഷമമുണ്ട്. ഓക്കെ, ഈ നിങ്ങൾ തമ്മിലുള്ള കുറെ കാര്യങ്ങൾ അതൊന്നും അവർക്ക് മറക്കാൻ പറ്റുന്നില്ല, അവർക്ക് ആ ഫീലിങ്സ് ഇപ്പോഴും അതേപോലെ ഡീപ്പായിട്ട് തന്നെ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളുടെ അടുത്തുനിന്ന് വോക്ക് ചെയ്തതായിട്ടാണ് തോന്നുന്നത്. ഇത് വേണ്ട, ഈ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞ് അവരാണ് മൂവ് ഓൺ ചെയ്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ലൈക്ക് മൂവ് ഓൺ എന്നല്ല, ഇത് വേണ്ട എന്ന് പറഞ്ഞ് റിലേഷൻഷിപ്പ് കട്ട് ചെയ്തത് അവരായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഒന്നെങ്കിൽ അവർ നിങ്ങളെ ഒരുപാട് ഹേർട്ട് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഹേർട്ട് ചെയ്തിട്ടായിട്ടാണ് അവർക്ക് കാണുന്നത്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല അവർക്കറിയാം നിങ്ങളെ അവരൊരുപാട് ലൂസ് ചെയ്തു, ഇനിയും നിങ്ങളെ തിരിച്ചു കിട്ടാൻ ഭയങ്കര പാടാണ്, അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ട് അവർക്ക്. ബിക്കോസ് അവർക്ക് ചെയ്യാൻ പറ്റാത്ത, നിങ്ങളെ റിലേഷൻഷിപ്പിൽ അവർക്ക് ചെയ്യാൻ പറ്റാത്തതിനപ്പുറം ഒരു തേർഡ് പാർട്ടി എനർജി ഇവിടെ പ്ലേ ചെയ്യുന്നതായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആയിരിക്കും, ചിലപ്പോൾ നിങ്ങൾ ഇത് അറിയുന്ന പോലും ഉണ്ടാവില്ല, നിങ്ങളുടെ മനസ്സിൽ ഇവിടെ ഒരു തേർഡ് പാർട്ടി കാണത്തില്ല. ഓക്കെ, ഒന്നെങ്കിൽ അവർക്ക് നിങ്ങൾ വേറെ റിലേഷൻഷിപ്പിലായിരിക്കാം എന്ന് തോന്നും, അല്ലെങ്കിൽ വേറൊരു തേർഡ് പാർട്ടി എന്ന് വെച്ചാൽ വേറെ ഫാമിലി നിങ്ങളെ ഇങ്ങനെ ഇത് വേണ്ടാന്ന് പറഞ്ഞ് അവോയ്ഡ് ചെയ്യുന്നതായിട്ട് തോന്നുന്നു. അങ്ങനെ എന്തോ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒരിക്കലും നിങ്ങളെ കിട്ടില്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. ഓക്കെ, ക്യൂൻ ഓഫ് കപ്സ്. ഓക്കെ, സോ ഇവിടെ എനിക്ക് കാണുന്നതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവര് ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർക്ക് ഭയങ്കര എന്താ പറയുക ഓവറായിട്ട് തോന്നിയിട്ട് അവര് വോക്ക് അവേ ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ കാരണമായിരിക്കും. എന്ന് വെച്ചാൽ
അവർ ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ തെറ്റ് കാണത്തില്ല, പക്ഷെ അവർക്ക് നിങ്ങൾ ഒരുപാട് അവരെ എന്താ പറയാ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നു, അങ്ങനെ എന്തൊക്കെയോ ഒരു ഫീൽ ചെയ്ത് അവർക്ക് ഇത് ടൂ മച്ച് ആയിട്ട് തോന്നി. അതാണ് അവര് പോകാൻ കാരണം. ഓക്കെ, അപ്പം അവർക്ക് ഇപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് പാതി മനസ്സുണ്ട്, പക്ഷെ അവർക്ക് വരണ്ടാന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ഇത് ഈ ഒരു റിലേഷൻഷിപ്പ് അവരെ ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്കൊന്ന് ഹീൽ ചെയ്യണം. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഹീൽ ചെയ്യണം. പക്ഷെ നിങ്ങൾ ഒരുമിച്ച് ഒന്നെങ്കിൽ നോ കോണ്ടാക്ട് ആയിരിക്കുന്നവർ പെട്ടെന്ന് എങ്ങനെയും കോണ്ടാക്ട് ആകും എന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഇത് അവർക്ക് ഇത്ര സമയം ഹീൽ ചെയ്യാൻ വേണമെങ്കിലും അവര് നോ കോണ്ടാക്ട് നിന്ന് മാറി നിങ്ങൾ ഒരുമിക്കും എന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഓക്കെ, എന്തായാലും നിങ്ങൾ വിചാരിക്കുന്നത്, എനിക്ക് കാണാൻ നിങ്ങൾ വിചാരിക്കുന്നത് അവർക്ക് എന്തെങ്കിലും അവര് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണമായിരിക്കും അവർ മാറി നിൽക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് വേറെ ആയിരിക്കും അവർ എന്തൊക്കെയോ. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഈ കാർഡ്സിൽ എനിക്ക് കാണുന്നത് അവർ മനഃപൂർവ്വം തന്നെയാണ് മാറി നിൽക്കുന്നത്. ഈ റിലേഷൻഷിപ്പ് ഒക്കെ നിങ്ങളുമായിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഓവർ സ്ട്രെയിൻ ആണ്. അവര് ഭയങ്കര എന്താ പറയാ, ഒന്നെങ്കിൽ നിങ്ങളായിട്ട് ഭയങ്കര ഒരു പൊസസീവ്നെസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറോ അങ്ങനെ എന്തോ അവരെ കൺട്രോൾ ചെയ്യുന്ന പോലെ അവർക്ക് തോന്നിക്കാണും. അവർക്ക് എങ്ങനെയും നിങ്ങളെ ഇഷ്ടമാണെങ്കിലും നിങ്ങൾ അടുത്ത് നിൽക്കുമ്പം അവർക്ക് ഭയങ്കര അവര് മെന്റലി ഭയങ്കര ഡൗൺ ആയി പോകുന്നതായിട്ടാണ് അവർക്ക് തന്നെ തോന്നുന്നത്. സോ അതുകൊണ്ട് അവര് തന്നെയാണ് നിങ്ങൾ അവരുടെ മനസ്സ് നോക്കുവാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അവർ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും പോകുന്നത്, പക്ഷെ അല്ല, അവർ മനഃപൂർവ്വം തന്നെ മാറി നിൽക്കുവാണ്. അവർക്ക് എങ്ങനെയും ഹീല് ചെയ്യണം എന്ന് തന്നെയാണ് അവരുടെ മനസ്സിൽ. ഓക്കെ, നൈറ്റ് ഓഫ് സോഴ്സ് റിവേഴ്സ്ഡ് ഇത് ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ്. ഓക്കെ, ഇതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് ഫൈറ്റ്സ് ഉണ്ടായിരുന്നു കാണും. എനിക്ക് നിങ്ങളെ തന്നെയാണ് തോന്നുന്നത്. ഓക്കെ, നിങ്ങൾ ഭയങ്കരമായിട്ട് ഒരു സില്ലി സില്ലി കാര്യങ്ങൾക്ക് ഫൈറ്റ് ഉണ്ടാക്കുക, ആർഗ്യുമെന്റ് നടത്തുക, അത് ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുക. എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഇവരൊരു കാമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, ഇവർക്ക് അങ്ങനെ ഫൈറ്റും ആർഗ്യുമെന്റ്സും ഒന്നും അവർക്ക് എന്താ പറയാ അവർക്ക് വേണ്ടി വന്ന് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അവരത് മാറി നിൽക്കുന്നത്. അവർക്ക് പേടിയാണ് നിങ്ങളായിട്ട് ഫൈറ്റ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഫൈറ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെ ആയിരിക്കും. അതൊക്കെ അവർക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നത്. അവർക്ക് ഇങ്ങനെ ഒരു പീസ്ഫുൾ ആയിട്ട് കാമായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് കാണുന്നത്. അതുകൊണ്ട് അവർക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല. ഈ ഒരു ബുദ്ധിമുട്ടാണ് അവർക്ക്. ഓക്കെ, എന്തായാലും നിങ്ങളൊരു സോൾമേറ്റ് എനർജിയാണ് കാണുന്നത്. ഓക്കെ, ഇത് നിങ്ങളൊരു സോൾമേറ്റ് കണക്ഷനാണ്. ഈ ഒരു വ്യക്തി ഭയങ്കര കാമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവർക്ക് കാം എന്ന് പറഞ്ഞാൽ അവര് എല്ലാത്തിനും നല്ല സ്മാർട്ട് ആയിരിക്കും, പക്ഷെ അവർക്ക് ഇങ്ങനെ ഫൈറ്റും ആർഗ്യുമെന്റ്സും ഒന്നും ഇഷ്ടപ്പെടാത്ത വ്യക്തികളായിരിക്കും. നിങ്ങൾ കുഞ്ഞു കുഞ്ഞു കാര്യത്തിന് ഫൈറ്റ് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കി ഡെയിലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളായിരിക്കും. അതൊന്നും ഇവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. മെയിൻലി എന്ന് വെച്ചാൽ ഈ ഒരു ഫൈറ്റും എല്ലാ ആർഗ്യുമെന്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു. അവർക്കിതൊന്നും കാണാൻ പറ്റുന്നില്ല. സോ അവരുടെ മനസ്സിൽ ഇനി നിങ്ങൾ അവർ കാരണമായിരിക്കും നിങ്ങൾ ഇത്രയും വിഷമിക്കുന്നത്, അവർ മാറി തരാം, അങ്ങനെയൊക്കെയുള്ള ഒരു ഫീലിംഗ് ആണ് കാണുന്നത്.